ഹായ് കൂട്ടുകാരെ, ഷിജുസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദികൾ പറഞ്ഞുകൊണ്ട് ഇന്ന് ശരണ്യ എല്ലാരും ഇണക്കണ ഒരൈറ്റാണ് അല്ലേ? അപ്പൊ ഇന്ന് ഞാനും അതാ ചെയ്യാൻ പോകുന്നത്. എല്ലാരും ചെയ്യണപ്പോ ശരണ്യ വെറുതെ എന്നാ ഒന്ന് ചെയ്താലാന്ന് കേട്ടറിവേ ഉള്ളല്ലേ. അപ്പൊ അങ്ങനെ എന്നാന്ന് പറഞ്ഞോട്. ക്യാരറ്റ് അലുവ ശരിയാവോന്ന് എനിക്കറിയാമല്ല. നമ്മൾ പറഞ്ഞൊക്കെ കേട്ടിട്ടില്ലേ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഐറ്റാണെന്നൊക്കെ അല്ലേ? അപ്പൊ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ആ വീട്ടിലേക്ക് പോയാലോ? അതെ, അപ്പൊ നമ്മൾ ഒത്തിരി പറഞ്ഞു നീട്ടണില്ല കൂട്ടുകാരെ. നിങ്ങൾ എല്ലാരും പോയി നമുക്ക് ഒന്നിച്ച് ക്യാരറ്റ് അലുവ ഇണക്കിയേക്കാം. ക്യാരറ്റ് ഒക്കെ എടുത്താ നമുക്ക് ഇത്രയും ക്യാരറ്റ് ഇട്ടിട്ട് നമുക്ക് ഇന്ന് കഴുകി ചീവി എടുക്കാം. അപ്പൊ ഒന്നും ഞാൻ ജീവിത്തരാം, അല്ലെങ്കിൽ അച്ഛനെ കൊണ്ട് ജീവിക്കാം. ആരെല്ലാം ചീവി തന്നാ എനിക്ക് ക്യാരറ്റ് അലുവ കിട്ടിയാ മതി. അലുവ കിട്ടിയാ മതി. അപ്പൊ ഇനി ഞാൻ അലുവ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വരുന്നേ. വേണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കി തരാം. ഉണ്ടാക്കി തരും. എന്നാ നമുക്ക് എത്രയും വേഗം തന്നെ ചെയ്തേക്കാം. ചീവി എടുത്തിട്ട് വരാം. അങ്ങനെ ശരണ്യ ചായ തിളപ്പിക്കുകയാണ്. കണ്ടാ കൂട്ടുകാരെ, നമ്മുടെ അച്ഛൻ ഇരുന്ന് തൊലി ജീവന്. അമ്മക്കറിയാവോ ഇത് കൊണ്ട് ജീവൻ? കണ്ടാ അമ്മ അതിനെ നോക്കരുതെന്നും പറഞ്ഞൊക്കെയാണ് ജീവണത് അല്ലേ? ആണോ? അങ്ങനെ അച്ഛനെ അറിയാം. അച്ഛൻ പിന്നെ ഇവിടെ സ്ഥിരം ചെയ്യുന്ന കാരണം അച്ഛൻ അറിയാം അല്ലേ? അമ്മ പിച്ചാത്തി കൊണ്ടേ ചെയ്യാറുള്ളൂ അല്ലേ അമ്മ? എന്നാണെന്ന് അമ്മ അറിഞ്ഞ ക്യാരറ്റ് ഹൽവ അല്ലേ? നമുക്ക് പെട്ടെന്ന് അലുവ തിന്നാൻ തോന്നി. അല്ല, വേറെ കാര്യമുണ്ട് മോനെ. ഇത് വെറുതെ ഇവിടെ എല്ലാം എനിക്ക് ഷുഗറൊന്നും ഇല്ലാത്ത ഷുഗർ പിടിപ്പിക്കാൻ വേണ്ടിയാണ്. ജീവിതമുള്ള ഷുഗർ പിടിക്കണമെന്നുണ്ടോ? നമ്മളെല്ലാം കഴിക്കണം. എല്ലാം കഴിക്കണം. ഇങ്ങനെ ഷുഗറും പിടിച്ച് എവിടെയെങ്കിലും ഇരുന്നപ്പോ കഴിയും തീർന്നു. അല്ല, എന്നാലും ശരണ്യ പറഞ്ഞു കേട്ടാ, അച്ഛൻ എന്ത് വേണമെങ്കിലും ഇണക്കി തരാം. സന്തോഷമുള്ള കാര്യം. ശരണ്യ പറഞ്ഞത് അവരുടെ അവിടെ മനസ്സിന്റെ ഇതുകൊണ്ട് മാത്രമല്ല, മധുരമുള്ള നല്ല സാധനമൊക്കെ ഉണ്ടാക്കി തന്നു. നമുക്ക് ഷുഗറിന്റെ മരുന്ന് കഴിക്കണല്ലേ? മക്കളെ പിന്നെ ഷുഗറിന്റെ മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിലും പിന്നെ കഴിക്കാം. എനിക്ക് പിന്നെ ഷുഗർ ഇല്ല. നോക്കാറുണ്ട്. എന്നിട്ടിപ്പ തന്നെ ഈ പായസവും ഗീസും ഇപ്പൊ അലുവ വെറുതെ ഇണക്കണാണ്. പച്ചവെള്ളത്തിൽ ഇണക്കണല്ലേ ഇത്? ശർക്കര പഞ്ചനായിട്ട് പഞ്ചായ കണ്ട. അപ്പൊ ഇതൊക്കെ ഷുഗറിന് പെട്ട കുറച്ചിണക്കിയാ മതി കേട്ടാ. ക്യാരറ്റ് കുറച്ച് മതി. അപ്പൊ നമുക്ക് പാല് തിളച്ചിട്ടുണ്ട് കേട്ടോ. ആണോ? പാല് തിളച്ചങ്ങോട്ട് ചാടുന്നുണ്ടല്ലേ? അപ്പൊ ഇനി ഇച്ചിരി മധുരം നല്ലപോലെ ഇട്ട് ശരിയാക്കണം കേട്ടോ. മധുരം വേണം അലുവ. എന്റെ അമ്മ ഇച്ചിരി മധുരമൊക്കെ കുറച്ച് കഴിയമ്മ. അല്ല, എനിക്ക് ഒത്തിരി ഷുഗർ ഇല്ലേ, മരുന്ന് കഴിക്കണം. അതമ്മ ചീവിയത് കണ്ട. എന്നാലും ഇതെല്ലാം ചീവി റെഡിയാക്കിയിട്ടൊക്കെ നമുക്ക് അതെ. അപ്പൊ നമുക്ക് ഇതൊന്ന് എല്ലാം ചീവി ഇത് ജ്യൂസ് അടിക്കണം അല്ലേ അച്ഛാ? ഇതൊന്ന് ജ്യൂസ് അടിച്ചു കൊടുക്കണോ അച്ഛാ? ഇതൊന്ന് ജ്യൂസ് അടിച്ചെന്നാ പിന്നെ ബാക്കി കാര്യം ശരണ്യല്ലേ? അതാണ്. നിങ്ങള് മൂന്നുപേരും കണ്ടല്ലോ ഞാൻ അവിടെ എന്നാ പറഞ്ഞത്. ഇന്ന് തൈക്ക് കടപ്പുറം വരെ പോകണം. സാധനം വെച്ച് കുറച്ച് സാധനം കൊണ്ട് 2 വീലർ അല്ലെങ്കിൽ അത്യാവശ്യം കൊടുക്കാതിരിക്കാൻ പറ്റിയല്ലോ. കൊടുത്തേ പറ്റും. അത് നേരെ അറിയാല്ലേ? ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് ഇത് സഹായിച്ചതിന് പോകണുള്ളൂ. ഓ, സന്തോഷം. അപ്പൊ എന്നാ നമുക്കിത് ജ്യൂസ് അടിച്ചേക്കാം. എന്നിട്ട് വേണം ഒരു കാര്യമുണ്ട്. ഇത് ജ്യൂസ് അടിക്കല. ഈ എന്നാണ് ഇത് വെക്കണത്? ക്യാരറ്റ് ഹൽവ. ക്യാരറ്റ് ഹൽവ. ശരണ്യ തന്നെ കഴിക്കട്ടെ. ശരണ്യാണ് ഇന്ന് ഇത് പറഞ്ഞു. ശരണ്യ വെളുക്കും. വേണ്ട, എന്റെ ശരണ്യക്ക് ഒത്തിരി മധുരം ചെന്നാലേ തലവേദന എടുക്കും. അതുകൊണ്ട് ഒരു പണി ചെയ്യാൻ ശരണ്യ, ഞാൻ കഴിച്ചോളാം.
പെട്ടെന്ന് ചോദിച്ചല്ലേ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തേക്കാം. ആ എന്നാ അപ്പൊ ഇതൊന്ന് അരിഞ്ഞിട്ടൊക്കെ കാണിക്കാം കൂട്ടുകാരെ. അങ്ങനെ ദേ ഈ ജ്യൂസറിൽ അങ്ങോട്ട് ക്യാരറ്റ് ജ്യൂസ് അടിച്ചെടുക്കാൻ പോവുകയാണ് അച്ഛനും മകളും കൂടെ. അച്ഛൻ പേടിച്ചു. ആ നേരാ. ആ എന്നാ അപ്പൊ ഇതൊന്ന് ജ്യൂസ് അടിച്ചെടുത്തിട്ട് കാണിക്കാം. ഇതാ. നമ്മള് ക്യാരറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്, ക്യാരറ്റ് ജ്യൂസ് ആക്കിയിട്ടുണ്ട്. അപ്പൊ പഞ്ചാര ഞാൻ പാനിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പഞ്ചസാര പഞ്ചാര അത് ഇതാക്കണം. പിന്നെ നമ്മുടെ പാല് തണുത്തിരിക്കുക. അത് നമുക്ക് പിന്നെ ചെയ്യാം. അതുപോലെ നമുക്ക് പഞ്ചാര പാനിയാക്കി എടുത്താലോ? പഞ്ചാര എന്നും പറയും പഞ്ചസാര എന്നും ഞാൻ പഞ്ചാര ശരി. പഞ്ചാര പാനിയാക്കി എടുക്കാം. പാനിയാക്കി അങ്ങനെ എടുത്തിട്ടില്ല. ഒരു നുള്ളു വെള്ളം ഒഴിക്കണം. നമുക്ക് നാരങ്ങ വെള്ളത്തിനെടുത്ത് വെക്കാം. നാരങ്ങ വെള്ളത്തിനൊക്കെ ഇങ്ങനെ ചെയ്യണം. പാനിയാക്കി ഒന്ന് പാനിയായി വരട്ടെ അല്ലേ? പഞ്ചാര പാനിയായിട്ടുണ്ട്. പാനിയായിട്ടുണ്ട്. ഓ പഞ്ചസാര പാനിയാക്കിയപ്പോ അമ്മയുടെ മുഖത്ത് തെളിച്ചം കണ്ട. അപ്പൊ ഇനി എന്നാണ് ശരണ്യ ചെയ്യുന്നത്? ഇത് വെക്കാം. പാത്രം വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതിനകത്തോട്ട് ഇച്ചിരി നെയ്യെല്ലാം ഒഴിച്ച് അപ്പൊ അങ്ങനെ ഒരു പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ശരണ്യ ക്യാരറ്റ് അലുവായിക്കായിട്ട് അല്ലേ? എനിക്ക് മധുരം വേണമെന്ന് ഞാൻ വെറുതെ പറഞ്ഞാണ്. ഞാൻ മധുരം ഒന്നും കഴിക്കാലോ, എനിക്ക് പേടിയാണ്. ഷുഗറെങ്ങാനും കൂടിപ്പോയെന്നല്ലേ തമാശ എനിക്ക് വേണം. ശരണ്യയുടെ ഉള്ള തമാശക്ക് പറഞ്ഞതാ. അത്രേ പിന്നെ പിള്ളേര് വരുമ്പോ കൊടുക്കാവേ. പിള്ളേർക്ക് കൊടുക്കാം. അതെ. പിന്നെ ശരണ്യൊക്കെ ഇച്ചിരി കഴിക്കാല്ലേ? വേണ്ട. അപ്പൊ അതെ പാനി ഉണ്ട്. പഞ്ചസാര പാനി അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇച്ചിരിയേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ അല്ലെ? ആദ്യമായിട്ടായതുകൊണ്ട് വളരെ കുറച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ ക്യാരറ്റ് ജ്യൂസ് കുടിച്ചതേ ഉള്ളൂ. അത് ഒഴിക്കണം. ഇത് ഒഴിക്കണം. പാനി അല്ലെങ്കിൽ ഇരുന്ന് കട്ടയാവും. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ ഇത് ഒഴിക്കണം. അങ്ങനെ പഞ്ചസാര പാനി അതിലാട്ട് ഒഴിച്ചു. നമ്മൾ ആദ്യം നമുക്കറിയാൻ വരെ എങ്ങനെയാണ് കേട്ടോ. ബാക്കി അവിടെ ഇരിക്കട്ടെ. കാപ്പി ഒഴിച്ച് കുടിക്കാം. അപ്പൊ അങ്ങനെ തവി എടുത്ത് തവി കഴുകി വെച്ചിരുന്നതാണ് കേട്ടോ കൂട്ടുകാരെ. എല്ലാ ദിവസവും ഇപ്പൊ എടുത്ത് കഴുകി വെക്കുന്നുണ്ട്. അമ്മക്കൊരു പണി കിട്ടിയമ്മ. ഇത് ഇളക്കെന്ന് വെച്ചിരുന്ന നല്ല ഇളക്കുണ്ടാവും. നമ്മള് വീട്ടിൽ പണ്ട് അലുവ ഇണക്കിയിട്ടുള്ളതല്ല. അപ്പൊ അതിലേറ്റവും മെയിൻ സംഭവം ഇളക്കാണ്. ആന്റിയുടെ പരവസ്ഥയ്ക്ക് കൊടുക്കാൻ വേണ്ടി വീട്ടിലാണ് അലുവ ഉണ്ടാക്കി. കോൺഫ്ലവർ പൊടി ഇല്ലേ, അത് നമ്മൾ തിളപ്പിച്ച പാല് തണുത്തിയാ ഈ പാലിനകത്ത് കോൺഫ്ലവർ പൊടി ചേർക്കാൻ പോവാ. ചേർക്കട്ടെ? ചേർക്ക്. അളവൊന്നും കൂട്ടുകാരെ ശരണ്യടി ചോദിക്കരുത്. ശരണ്യക്ക് തോന്നണത് തന്നെ അളവല്ലേ? എന്റെ കയ്യിൽ അളവുണ്ട്. അപ്പൊ അങ്ങനെ പാലിലാട്ട് ഇച്ചിരി അത് ചേർത്തിട്ടുണ്ട്. ഇനി എന്നാണ് ശരണ്യ? ചെറിയൊരു ഗോതമ്പ് പൊടി. ചെറിയൊരു ഗോതമ്പ് പൊടി നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് ചേർക്കാം. എന്നാ അപ്പൊ ശരി അമ്മ. എന്തോ ഇതിനി കൊറേ നേരം പിടിക്കുമല്ലോ? കൊറേ സമയം പിടിക്കും. ഇത് ഇളക്കി ഇളക്കി വറ്റിച്ച് വരണ്ട. അച്ഛൻ മിക്കവാറും തൈക്കെ പോയേച്ചും വന്നാലും ഇത് പിന്നെ ഇത് റെഡിയായാലും പിന്നെ കുറച്ചു നേരം ഇരുന്നാലല്ലേ സെറ്റ് ആകുള്ളൂ. ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങോട്ട് ഇടാം. ഗോതമ്പ് പൊടി കൂടി ഇട്ടിട്ടുണ്ട്. നല്ലതായിട്ടുള്ള ഇളക്കണം. അത് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. ശരണ്യതേ ഞാൻ തൈരോടെ ഒഴിക്കുക. അതാ അടിച്ചൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. എന്റെ ദൈവമേ ഈ കാണിക്കണ ഈ ശരണ്യ കളിക്കേണി ഇത് വെച്ചല്ലേ? അറിയാവോ? അപ്പൊ കഴിഞ്ഞില്ലേ? ഇതാണ് ശരണ്യ പാചകം തന്നെയല്ലേ ഇതിന്റെ കൂടെ കളിച്ച് ആസ്വദിച്ചാണല്ലേ ഒഴിക്കാറായ? അപ്പൊ അങ്ങനെ ഇതിലായിട്ട് പാല് കൂടി ഒഴിച്ചോണ്ടിരിക്കുകയാണ്.
അപ്പൊ നമ്മള് നെയ്യൊക്കെ ചേർത്തായിരുന്നല്ലേ? നെയ്യെല്ലാം ചേർത്ത് ഇനി കുറുകണം. ഇനി കുറുകി വരണം. ഞാൻ അച്ഛനെ ഇറക്കാം, അതേമ്പോ അമ്മ ഇറക്കണം. ആ, രണ്ടുപേരും മാറി മാറി ഇളക്കുക. കാരണം ഇത് രണ്ടുപേര് ഇളക്കി വരുമ്പോ കൈ കിഴക്കും. അതാണ് സത്യം. പിന്നെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ തന്നെ എന്ത് തടിപ്പായി വരുന്നുണ്ട്. അത് ഒഴിച്ചപ്പോ തണുപ്പ് കണ്ടോ? ആ, അത് കഴിയുമ്പോ നമുക്ക് ആ തവി അത് മാറ്റി വേറെ ചട്ടകം പോലത്തെ തവിയാക്കാം. നമുക്കിനി കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആണോ? പിടിക്കണ്ടായോ? അത് ലാസ്റ്റ് ഒഴിച്ചാ പോരെ? അല്ലല്ല, ഇപ്പോഴേ ഒഴിക്കണം. ഇടക്കിടക്ക് ആവശ്യമുള്ളത് നെയ്യാ. അപ്പൊ നമുക്ക് തീ കുറുകും. ഞാനോർത്തതുകൊണ്ട് കുറെ നേരം പിടിക്കുമെന്ന്. അപ്പൊ ഇനി ആ ചട്ടകം പോലത്തെ എടുക്കും ശരണ്യ. ശരണ്യ സുഖം. ആണോ? ഇതാണ് സുഖം. കുറുകി വരണ ഇത് വേണ്ടേ? അപ്പ ഈ സാധനം എടുക്കുക. ഇത് അതിന് ഇതാ വേണ്ടേ? വേണ്ട വേണ്ട. അമ്മ ഒരു ഏലക്ക എടുത്തിട്ട് അല്ല, അണ്ടിപ്പരിപ്പൊന്നും ഇടിയല്ലേ? ഏലക്കായും അണ്ടിപ്പരിപ്പും നമുക്ക് ചൂടാക്കിട്ട് ഇട്ടാ മതി. അല്ലാതെ ചെയ്യണോ? അല്ല, ചൂടാക്കണ്ട. ചൂടാ വേണമെങ്കിൽ ചൂടാക്കണമെങ്കിൽ ചൂടാക്കുക. ചൂടാക്കിട്ട് ചൂടാക്കി വരുവാണെങ്കിൽ നല്ല വേണ്ട, അങ്ങോട്ട് ഇട്ടേരി. നമുക്ക് എളുപ്പമണി നോക്കിയാൽ. ആ ഏലക്കപ്പൊടിയും കൂടി ഇങ്ങോട്ട് എടുത്തോളെ. അമ്മ, അണ്ടിപ്പരിപ്പൊക്കെ അങ്ങോട്ട് ഇട്ടേരി. ഇനി ചൂടാക്കാനൊന്നും നിക്കണ്ട. ഇവിടെ തിരുത്തിയായി അലുവത്തിന്. ഏലക്കാപ്പൊടി അപ്പൊ ഇനി ഏലക്കായൊക്കെ ചേർക്കണം അല്ലേ? അപ്പൊ ഇത് ഒന്ന് സെറ്റ് ആവട്ടെ. അടിപൊളിയാണല്ലോ. നല്ല നേരമില്ലേ? അതുകൊണ്ടാണ് ശല്യ പറഞ്ഞ് ഇനി ഇതുകൊണ്ട് ഇളക്കാൻ. ഇനി ഇതുകൊണ്ടാണ് ഇളക്കേണ്ടത്, അല്ലെങ്കിൽ കയറി പിടിക്കും. എന്നാ അപ്പൊ നമുക്ക് ഇനി തവി മാറ്റിയേക്കാം. തവി മാറ്റിക്കും. അപ്പൊ ആ തവിക്ക് പിന്നെ ഉണ്ട്, വേറെ തവിയുണ്ട് നമുക്ക്. ഈ തവി വേണമെങ്കിൽ ഈ തവി കൊണ്ട് ഇളക്കാം. കണ്ട, നല്ല തവിയുണ്ട്. ഏലക്ക പൊടിച്ചോണ്ട് വരട്ടെ. കൊള്ളാം. അച്ഛനവിടെ പോകാനായിട്ട് ഒരുങ്ങിട്ട് അച്ഛൻ പോണില്ലേ ഇപ്പൊ? അലുവ തിന്നിട്ട് പോയാ മതി. ഏലക്കായി വന്നിട്ടുണ്ട്, നമുക്ക് ഏലക്ക ഇട്ടോ. നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ പോകാൻ ഒരുങ്ങണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോണില്ല. അച്ഛൻ അലുവ കണ്ടപ്പോ അച്ഛൻ പോകാതെ നിൽക്കുന്നു. തയ്ക്കാൻ പോണെന്ന് പറഞ്ഞ അച്ഛനാണ്. എന്നാ ഇനിയിപ്പോ നമുക്ക് അലുവ കഴിഞ്ഞിട്ട് പോകാം. അലുവയുടെ മണം അവിടെ അതെ, ഇത് കണ്ട ഏലക്കാവുടിയൊക്കെ ഇട്ട് ഇത് ഇച്ചിരി സെറ്റ് ആകാനുണ്ട്. സെറ്റ് ആകണം, ഇളക്കി കൊടുക്കണം. ആ ശരണ്യ ഇന്ന് എല്ലാരും ചെയ്യുന്ന ഒരു ഐറ്റം അല്ലേ ക്യാരറ്റ്. ഒന്ന് ഇളക്കി കൊടുച്ച, എന്നാലും അച്ഛന്റെ കൈ കൊണ്ടാ ഒരു ഇളക്കി ചെല്ലുമ്പോ അല്ലേ? അച്ഛന്റെ കൈ കൊണ്ടാ ഒരു ഇളക്ക് വരുമ്പോ അതിന്റെ മഹത്വം വേറെ. അപ്പൊ കൂട്ടുകാരെ, ശരണ്യത അണ്ടിപ്പരിപ്പ് ഇതൊക്കെ കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടാ. കൂട്ടുകാരെ ഓർക്കരുത്. ഉണക്കമുന്തിരിയാണല്ലേ? പായസത്തിന് തുല്യം. അണ്ടിപ്പരിപ്പ് എടുത്തു തരണ്ടായിരുന്ന എടുത്ത്. അപ്പൊ ഇനി ഇതൊന്നും കുറുകി കിട്ടട്ടെ. നമുക്ക് ഇച്ചിരി നെയ്യും കൂടെ ഒഴിക്കാം. ഇനിയും നെയ്യ് ഒഴിക്കുക. നെയ്യ് വേണം അല്ലേ? നെയ്യ് കൂടുതൽ വേണം. ഇച്ചിരി നെയ്യ് പിന്നെയും ശരണ്യ ചേർക്കണം. കൂട്ടുകാരെ, ഇത് നിങ്ങൾ എല്ലാരും ചെയ്യണം. എളുപ്പമുള്ള ഒരു പരിപാടിയാണ് അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. എന്താണ് ശരണ്യ? ബുദ്ധി വേണം അലുവ കണക്കാന്. എനിക്ക് തോന്നുന്നു ശരണ്യ സ്കൂളിൽ പോയി പഠിച്ചത് അലുവ കണക്കാനാണെന്ന്. മൈദ കൊണ്ട് അലുവ ഉണ്ടാക്കും. യഥാർത്ഥ അലുവ. യഥാർത്ഥ അത് ചെയ്യണം. അതെ, അത് നേരെ നല്ലതായിരിക്കും. ശരിയാ. അപ്പൊ അങ്ങനെ അതേ കണ്ട സൂപ്പറായിട്ടുണ്ട്. ഇതൊന്ന് കൂടി കട്ടിയായിട്ടൊക്കെ കാണിച്ചത്. നമുക്ക് മധുരം നിയന്ത്രിക്കാൻ വേണ്ടി തുള്ളി ഉപ്പ് ചേർക്കാം. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ചുപ്പ് അല്ലേ ഇട്ടിട്ടുണ്ട്.
മതിയോ അത്? അത് മതി അച്ഛൻ. പിന്നെ അലുവ അച്ഛൻ്റെ തലയിലിരിക്കണ കണ്ണട ഊരി അലുവായി വീഴരുത് കേട്ടാ. അത് തലേ ഇരുന്നോളും കേട്ടോ. പിന്നെ അലുവ അച്ഛന് മാത്രം തരും. അയ്യോ സന്തോഷായി. അലുവ കണ്ണാടി അലുവ. ക്യാരറ്റിന്റെ പേര് നീ ഒന്ന് നന്നായിട്ട് മുറുകട്ടെ അല്ലേ? ആ മുറിയിട്ട് കാണിക്കാം. പിന്നെ ശരണ്യ എന്തോ നമ്മുടെ കൂട്ടുകാരെല്ലാരും കുറെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. ആദ്യം എല്ലാരും പേരെടുത്ത് ഹായ് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ പേരൊക്കെ നമ്മൾ മറന്നുപോയി. അപ്പൊ അത് കാരണം എല്ലാവർക്കും കൂടെ ഒരു ഹായ്. ഹായ് എല്ലാവർക്കും. അതെ അതുപോലെ ചോദിക്കുന്ന ഓരോ അച്ഛനും അമ്മയ്ക്ക് എത്ര മക്കളാണ്? ഇവർ രണ്ടുപേരും. ആദ്യമായിട്ട് ഇപ്പൊ കാണുന്ന കുറെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് എത്ര മക്കളാണ് ഷിജു ഒരു മകനെ ഉള്ളന്നൊക്കെ ചോദിക്കുന്നുണ്ട്. 2 മക്കളാണ്. ചേട്ടനുണ്ട് എനിക്ക്. അതുപോലെ വേറൊരു ചോദ്യം ചിലര് ആദ്യമായിട്ട് കാണുന്നവരാണ് കേട്ടാ, ശരണ്യയുടെ അമ്മയും അച്ഛനുമാണോ ഇവര് രണ്ടുപേരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ശരണ്യയുടെ അമ്മയച്ഛനെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ എന്നാ പറയാനാണ്. എന്നാ കൂട്ടുകാരെ, ശരണ്യനെ ഇവിടെ ഞാൻ വിവാഹം ചെയ്ത് കൊണ്ടുവന്നതാണ്. അമ്മയച്ഛനും ശരണ്യയുടെ എൻ്റെ ഒരുപോലെ തന്നെയാണ്. ഞങ്ങള് രണ്ടുപേരെ ഒരുപോലെയാണ് കാണുന്നത്. ഇന്ന് ആരും അങ്ങനെ ഒന്നും ചോദിക്കരുത്. കാരണം ഇന്ന് മക്കൾ എല്ലാരും ഒരു മക്കളാണ്. അതല്ല, ശരണ്യയുടെ വീട്ടിലാണോ ഇത് നമ്മുടെ വീട്ടിലാണ് ചോദിച്ച. പിന്നെ അതുകൂടാതെ ശരണ്യ, ചിലർക്കൊന്നും വിശ്വാസം വന്നില്ല. എനിക്ക് 40 വയസ്സായി. 40 വയസ്സായി. ഞാൻ 86-ലുള്ളതാണ് അല്ലേ? ഷിജുവിന്റെ ചേട്ടന് 42 വയസ്സായി. 43 വയസ്സായ ഷിജുവിന്റെ ചേട്ടന്. അതെ. അപ്പൊ കൂട്ടുകാരെ, ചെറിയ ചെറിയ സംശയങ്ങൾ കമന്റിലൂടെ ഉള്ളത് എല്ലാ വീഡിയോയിലും. പിന്നെ കണ്ണപ്പൻ ആരാണെന്നൊക്കെ എല്ലാരും ചോദിച്ചു. ചേട്ടന്റെ മക്കളാണ് കണ്ണപ്പനും അച്ചിക്കുട്ടിയൊക്കെ ചേട്ടന്റെ മക്കളാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമന്റിലൂടെ ചോദിക്കുമ്പോ ഞങ്ങളത് അടുത്ത വീഡിയോയിൽ. ഒരേ ഒരു സംശയമുണ്ട്, നിങ്ങളുടെ വീട് എവിടെയാണ്? നമ്മുടെ വീട് ആലപ്പുഴ മുഖമ്മയിലാണ് നമ്മുടെ വീട്. അതെ, നിങ്ങൾ തരുന്ന കമന്റ് ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. എല്ലാ കമന്റും ഞങ്ങൾ വായിക്കും, കഴിയാവുന്ന എല്ലാ കമന്റും വായിക്കും. തിരിച്ച് മറുപടി അതിനയക്കും. അപ്പൊ ഇതൊന്നും മുറുകി വരുന്നവരെ വെയിറ്റ് ആണ് എല്ലാരും കൂടി നോക്കി നിൽക്കണത്. ബലൂണാ ഇങ്ങനെ തിളച്ച് പൊങ്ങണതാ. ചക്കാലുവ. എന്റെ ദൈവമേ, ഇനി അടുത്ത ചക്കാലുവയാണ് ചെയ്യാൻ പോണത്. പിന്നെ ഇവിടെ അധികം ചക്കയൊന്നും കിട്ടാത്ത കൊണ്ട് ശരണ്യ പെട്ടെന്നൊന്നും ചെയ്യാൻ പോണില്ല. എന്താ കൂട്ടുകാരെ, അപ്പൊ അങ്ങനെ കുറുകി നല്ല ഇതുപോലെ ആയിട്ടുണ്ട്. എല്ലാം കൂടി ഒന്നിച്ച് കട്ടയാകുന്ന രീതിക്കായിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരെ, ഞാനൊരു ഇല വാറ്റി എടുത്തിട്ടുണ്ട്. എന്തിനാ ഈ പാത്രത്തെ പിടിക്കുമോ എന്ന് അറിയത്തില്ലല്ലോ, അതിനു വേണ്ടി. ഇടാൻ വേണ്ടി. ഇതേ കണ്ട, നമ്മുടെ ഇത് ഇവിടം വരെ ആയി. പറ്റി ഈ ഒരു പരുവായല്ലേ? നല്ല ഇതായിട്ടുണ്ട്. ആ, അപ്പൊ ഒന്നുകൂടി ആകട്ടെ അല്ലേ? ഉറച്ചു ആ നേരം. അപ്പൊ ഇതൊന്നുകൂടി ഒന്ന് റെഡിയാകും. അത്ര ചെയ്യും. അങ്ങനെ അതേ കണ്ട, ഇത്രയും സെറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കണ്ടാ. അതെ, ആ നേരത്ത് ശരണ്യ അതെ എന്നാണ് ശരണ്യ ഓർത്തിരിക്കുകയാണ്. ആ അതിന് പറ്റിയ ഇലയുണ്ട്, പറ്റിയ പാത്രമുണ്ട്. അപ്പൊ പാത്രത്തിന്റെ അകത്തോട്ട് നമുക്ക് ഇല ഇടാം. ആ, അപ്പൊ എന്നിട്ട് ഇച്ചിരി നെയ്യ് കൂടി ബ്രഷ് ചെയ്ത് തേച്ച് പിടിപ്പിക്കാം. ആ, ഒരു ടേസ്റ്റിന് വേണ്ടി. അപ്പൊ അതെ അച്ഛൻ്റെ കണ്ട സെറ്റ് ആക്കിയിട്ടുണ്ട്. ആ നേരത്ത് പോയി കണ്ടാ, അങ്ങനെ നല്ലൊരു ഇതാക്കിയിട്ടുണ്ട്. ശരണ്യ കണ്ട ഇച്ചിരി നെയ്യൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് അതിലാട്ട്. അങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എടുക്കാം. ആ, എന്നാ ഈ പാത്രം അങ്ങോട്ട് ഇങ്ങോട്ട് വിട്ടു. ശരണ്യ മാറിക്കോട്ടു. ശരണ്യ ഓടുന്ന ഓട്ടൊക്കെ ഉണ്ട്. ആ, ശരണ്യയുടെ നേതൃത്വത്തിലാണ് സംഭവം നടക്കുന്നത്. അപ്പൊ അതെ ഇച്ചിരി വെയ്, എന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊന്നും വഴങ്ങി കിട്ടുന്നില്ല. വേറൊരു സ്പൂൺ കൂടി തരാം. കണ്ടാ കൂട്ടുകാരെ, അതെ കറക്റ്റ് അതിനുള്ളതേ ഉണ്ടായിരുന്നുള്ളല്ലേ. ഈ പാത്രം മാറ്റിക്കേച്ച
കണ്ട അതിൻ്റെ അകത്ത് കണ്ട ഒന്നുമില്ല, ഇനി കറക്റ്റ് അളവില് ഇതാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇതെങ്ങനെ കറക്റ്റ് അളവിലെടുത്തു ശരണ്യ? അത് ഓർത്ത് എനിക്ക് അളവ് അറിയായിരുന്നു. അങ്ങോട്ടുള്ള അടുപ്പിച്ച് വെച്ചാ ഇനി നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ എടുത്തിടണ്ടേ? ഇന്ന ശരണ്യയുടെ കയ്യിലായിട്ട് ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടാ കൂട്ടുകാരെ, അങ്ങനെ അതെ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ നിരത്തി വെക്കുന്നുണ്ട്. ഇതിൽ എള്ളൊക്കെയാണ് ഇടേണ്ടത്. എള്ളൊന്നും നമ്മുടെ കയ്യിലില്ല, എണ്ണ ഉള്ളൂ. വെള്ള ഇല്ല. കറുത്തത് വേണമെങ്കിൽ ചേർക്കാം. വേണ്ട വേണ്ട. ഇനിയിപ്പോ അത് വേണ്ട. അപ്പൊ കണ്ട കൂട്ടുകാരെ, നമ്മുടെ ക്യാരറ്റ് ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇച്ചിരി ഇരുന്ന് ഒന്ന് സെറ്റ് ആയി വരട്ടെ. അതെ, അങ്ങനെ നമ്മുടെ അലുവ, ക്യാരറ്റ് അലുവ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇവര് 3 പേരും കൂടിയുള്ള ഒരു കഷ്ടപ്പാടെന്ന് തന്നെ പറയാല്ലേ. ശരണേ ഇത് ഇളക്കി ആദ്യമൊക്കെ ഇളക്കി അത് ഇങ്ങനെ ഇത് തടിക്കും. പിന്നെ കൈക്ക് ബലം കൊടുക്കണം. അപ്പൊ ശരണ്യയുടെ കൈ ഇത്രക്കത്രല്ലേ ഉള്ളു. അപ്പൊ ഞാൻ അത് വേറെ കൂടി വന്ന് സഹായിച്ചു കൊടുത്തു, ശരണ്യെ സഹായിച്ചു കൊടുത്ത്. അതെ, അത് കൂട്ടുകാർ കാണുന്നുണ്ടല്ലോ. അപ്പൊ ശരണ്യയുടെ ഇതെല്ലാം ശരണ്യയുടെ കാര്യങ്ങളാണ്, നീക്കണം. അതെ, ശരണ്യ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഞങ്ങളും ഒപ്പം കൂട്ടു നിൽക്കുന്നു. അതുപോലെ നിങ്ങൾ കൂട്ടുകാരെല്ലാരും ഞങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. അതാണ് ഇത് തണുത്ത് കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അത് തന്നെ. എന്നിട്ട് ഇത് തണുത്തിട്ട് ഇത് നമുക്ക് പീസ് പീസായിട്ട് മുറിച്ച് എല്ലാവർക്കും കൂടെ തിന്നാം. അപ്പൊ കൂട്ടുകാരെ, അപ്പൊ അതുകൂടി കാണിച്ചേക്കാം. കൂട്ടുകാരെ, നമ്മളെല്ലാരും കാത്തിരുന്ന നമ്മുടെ അലുവ സെറ്റ് ആയിട്ടുണ്ട്. അച്ഛന്റെ തൈക്കെ പോയി തിരിച്ചു വന്ന് അല്ലേ? അപ്പൊ വന്നപ്പോ എനിക്ക് പറഞ്ഞ് അലുവ സെറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശരണ്യ പറഞ്ഞു പറഞ്ഞാൽ ശരി എന്നാൽ കട്ട് ചെയ്തേക്കാന്ന് പറഞ്ഞു. അപ്പൊ ശരണ്യ അങ്ങോട്ട് കട്ട് അപ്പൊ നമുക്ക് തുറക്കാം. അതങ്ങനെ മാറ്റിയാ അടിപൊളി അലുവയാണ്. അല്ല ശരണ്യ തന്നെ കട്ടി? അല്ല തിരിച്ചിട്ട് അല്ല ഞാൻ കട്ടിയാണ്. ശരണ്യ തന്നെ തിരിച്ചിട്ട് ഇതിങ്ങനെ തിരിച്ചിനകത്ത് ഇരുന്നല്ലേ? അപ്പൊ കട്ടി മക്കളെ ഇതേ നമ്മള് മറ്റേ ഇതൊക്കെ വാഴയില വെച്ച കാരണം ഇങ്ങനെയൊക്കെ തന്നെ നിർത്തി. നല്ല എണ്ണ മേടിക്കുന്ന അലുവ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ ഉണ്ട്. കയ്യിലുണ്ട്. അടിപൊളിയാ. നേരെ നല്ല അടിപൊളി അപ്പൊ ശരണ്യ തന്നെ കട്ട് ചെയ്തു. നടുക്ക് നേരെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് താത്തി കട്ട് ചെയ്തു. ശരണ്യനെ കൊണ്ട് തന്നെ ശരണ്യനെ കൊണ്ട് അലുവ കട്ട് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ അല്ല കേട്ടോ. പീസായിട്ട് തിരിച്ച് അങ്ങനെ ഓരോ പീസ് അങ്ങോട്ട് വെച്ച് അടിപൊളി പീസാണ്. അലുവ കിട്ടുന്ന സൂപ്പറാണ് കേട്ടാ. അടിപൊളി പീസാണ്. അപ്പൊ അച്ഛന് തന്നെ ആദ്യം എനിക്ക് കുറച്ചത് ആദ്യം അമ്മക്കും കുറച്ച് അലുവ തിന്ന് നോക്കച്ചേ. അത്ര വേണ്ട, അത്ര വേണ്ട. അതിന്റെ പകുതി കുറച്ചത്. അതെ, ഞാൻ കുറച്ച് സൂപ്പർ പീസാണ്. അപ്പൊ കൂട്ടുകാരെ, ഞാൻ എല്ലാരും പോലും നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം. നോക്കട്ടെ. ക്യാരറ്റ് അലുവ ഇങ്ങനെയുണ്ട് ശരണ്യ? നമ്മൾ കടയിൽ മേടിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നു. ആണല്ലേ? കടയിൽ അലുവ പോലെ തന്നെ സൂപ്പറാ. ഇതെല്ലാരും ചെയ്യണം കേട്ടോ. ഇതെല്ലാരും ചെയ്യണം. ഇതെല്ലാരും ചെയ്തില്ലെങ്കിൽ നഷ്ടമായി പോകും. ആണല്ലേ? ഒരുപാട് ചെലവും ഇല്ല. സൂപ്പറാ. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞങ്ങൾക്കും സുഖം തന്നെ. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഞങ്ങളെ കൂട്ടാക്കണം. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ